അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, സുഖം തന്നെയാണ്. ഓക്കെ, നമുക്ക് ദ കീ ടു ജന്നയിലേക്ക് പ്രവേശിക്കാം. ഓക്കെ അല്ലേ? മാഷാ അല്ലാ, എല്ലാവരും റെഡി എന്നൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അൽഹംദുലില്ലാ, സന്തോഷം. എങ്കിലേ നമുക്ക് തുടങ്ങാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലൗല അൻ അശുഖ അലാ ഉമ്മത്തി ലഅമർതുഹും ബിസ്സിവാക്കി ഇൻദ കുല്ലി സ്വലാഹ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മുഅ്മിനീങ്ങൾക്ക് ബുദ്ധിമുട്ടാകില്ലായിരുന്നെങ്കിൽ എല്ലാ നമസ്കാരത്തിൻ്റെയും സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അഥവാ വുളൂ ചെയ്യുമ്പോൾ പല്ല് തേക്കാൻ കൽപ്പിക്കുമായിരുന്നു. അപ്പം നമുക്ക് പ്രയാസാവരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന് മുമ്പുള്ള പല്ല് തേക്കൽ അത് നിർബന്ധമാക്കാത്തത്. അത് നിർബന്ധം എന്നുള്ള രീതിയിൽ പ്രവാചകൻ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. അപ്പം എന്ത് ചെയ്യുക? ഈ ഒരു ഹദീസ് എന്താണ് നമുക്ക് പറഞ്ഞു തരുന്നത്? ചില കുട്ടികൾ പല്ല് തേക്കൂല. അവർ ഉമ്മ ചോദിക്കും, പല്ല് തേച്ച് ചോദിക്കും, പല്ല് തേച്ചെന്ന് കള്ളം പറയും. നിങ്ങൾ പറയലുണ്ടോ? ഒരിക്കലും പറഞ്ഞുകൂടാ. എന്നിട്ട് എന്ത് ചെയ്യും? ഉമ്മാനെ തെളിയിക്കാൻ വേണ്ടി ഉമ്മ പേസ്റ്റൊക്കെ ഇട്ട് ബ്രഷ് വെച്ചിട്ടുണ്ടാവും. ഇവൻ മെല്ലെ പോയി അത് കേകി അവിടെ ഇങ്ങനെ വെക്കും. അപ്പം ഉമ്മ ഇങ്ങനെ പല്ല് തേച്ചിട്ടുണ്ടോ ബ്രഷ് എടുത്ത് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നനവ് കാണും. തേച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കും. ഉമ്മാനെ പറ്റിക്കും. അങ്ങനെ പറ്റിക്കാൻ പാടുണ്ടോ? കുറേ കുട്ടികൾ അങ്ങനെ പറ്റിക്കുന്നവരൊക്കെ ഉണ്ട്. ഒരിക്കലും അങ്ങനെ ആയിക്കോളും. പിന്നെ ചില കുട്ടികൾ എന്ത് ചെയ്യും? പേരിന് വേണ്ടി ഉൽക്കുഞ്ഞ് കഴിഞ്ഞു ജസ്റ്റ് ഇങ്ങനെ. അങ്ങനെയും ചെയ്യരുത്. ഏറ്റവും നല്ല രീതിയിൽ സുന്ദരമായി പല്ല് തേക്കുക. ഇല്ലെങ്കിലും എന്ത് ചെയ്യും? കുറച്ച് കഴിഞ്ഞാൽ പല്ലൊന്നും ഉണ്ടാവില്ല. പല്ലൊക്കെ കേടുവന്ന് എപ്പോഴും പല്ല് വേദനയായിരിക്കും. അങ്ങനെ ഒരുപാട് പ്രയാസം ഉണ്ടാവും. അപ്പോൾ നമുക്ക് പ്രയാസം ഉണ്ടാകരുത് എന്ന് പറഞ്ഞിട്ടാണ് പ്രവാചകൻ അന്നേ നമുക്ക് നിങ്ങൾ പല്ല് തേക്കണം, പല്ല് തേക്കുന്ന കാര്യത്തിൻ്റെ ഗൗരവം നമുക്ക് പറഞ്ഞു തന്നത്. അതുകൊണ്ട് ആ വിഷയം നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. ചില കുട്ടികളോട് അവരോട് സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ മൂക്ക് ഇങ്ങനെ പൊത്തി സംസാരിക്കേണ്ടി വരും. അങ്ങനൊന്നും നിങ്ങളല്ല എന്നുള്ളത് എനിക്കറിയാം. അങ്ങനെയുള്ള ഏതെങ്കിലും കുട്ടികൾ ഉണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കുക ഇൻഷാ അല്ലാ. ഏതായാലും നമുക്ക് ഹിഫ്ളിലേക്ക് പ്രവേശിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇപ്പം നമ്മൾ പുതിയൊരു വീഡിയോയിലാണ്, പുതിയൊരു സീരീസിലാണ് നമ്മളുള്ളത്. നമ്മൾ ഇതുവരെ സൂറത്തുൽ മുൽക്കിൻ്റെ 26 വചനങ്ങൾ, 26 ആയത്തുകൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എല്ലാവരും പഠിച്ചിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നത്. അപ്പം നമുക്ക് ഇന്ന് 27, 28 ആയത്തുകളാണ് എടുക്കാനുള്ളത്. അപ്പം ഇൻഷാ അല്ലാഹ് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. നമുക്കതൊന്ന് കേൾക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. فلما رأوه زلفة سيئت وجوه الذين كفروا وقيل هذا الذي كنتم به تدعون فلما رأوه زلفة سيئت وجوه الذين كفروا وقيل هذا الذي كنتم به تدعون قل أرأيتم إن أهلكني الله ومن معي أو رحمنا فمن يجير الكافرين من عذاب أليم قل أرأيتم إن أهلكني الله ومن معي أو رحمنا فمن يجير الكافرين من عذاب أليم. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇത് എല്ലാവരും ഒരുമിച്ച് ഓതുക.
അടുത്ത് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഓതാം. ഇവിടുന്ന് ഓതി തരും, നിങ്ങളത് കേട്ടിട്ട് ഓതുക. ഓതാൻ പ്രയാസമുള്ളവർ വീണ്ടും വീണ്ടും കേട്ടിട്ട് ശ്രദ്ധിച്ച് കേട്ടിട്ട് ഓതണ്ടാണ്. അപ്പം ഇൻഷാ അല്ലാഹ് നമുക്ക് അതിലേക്ക് കിടക്കാം. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. فلما رأوه زلفة سيئت فلما رأوه زلفة سيئت زلفة سيئت زلفة سيئت فلما رأوه زلفة سيئت فلما رأوه زلفة سيئت زلفة سيئت وجوه الذين كفروا زلفة سيئت وجوه الذين كفروا فلما رأوه زلفة سيئت وجوه الذين كفروا فلما رأوه زلفة سيئت وجوه الذين كفروا وقيل هذا الذي كنتم به تدعون. وقيل هذا الذي كنتم به تدعون. قل أرأيتم إن أهلكني الله 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 ومن معي أو رحمنا ومن معي أو رحمنا ومن معي أو رحمنا ومن معي أو رحمنا فمن يجير الكافرين من عذاب أليم. فمن يجير الكافرين من عذاب أليم. فمن يجير الكافرين من عذاب أليم. فمن يجير الكافرين من عذاب عليم. മാഷാ അല്ലാഹ്. അപ്പം എല്ലാവരും ഓതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ഇതിൻ്റെ അർത്ഥം നോക്കാം. أعوذ بالله من الشيطان الرجيم. فلما رأوه زلفة سيئت وجوه الذين كفروا وقيل هذا الذي كنتم به تدعون. എന്നാൽ അവർ അത് സമീപിച്ചതായി കണ്ടപ്പോൾ അവിശ്വസിച്ചവരുടെ മുഖങ്ങൾ മ്ലാനത ബാധിച്ചു. അവരോട് പറയപ്പെടുകയും ചെയ്തു, നിങ്ങൾ യാതൊന്നിനെക്കുറിച്ച് വാദിച്ചു കൊണ്ടിരിക്കുന്നുവോ അതത്ര ഇത്. എന്താണ് അവർ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ തോൽക്കണം. അന്ത്യനാളില്ല. അവർ ചോദിച്ചില്ല അന്ത്യനാളെപ്പാ നിങ്ങളെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഇപ്പം അവർ അവിശ്വാസികൾ എന്താണ് ആഗ്രഹിക്കുക? നമ്മളതിന് ഉത്തരം പറയാൻ പാടില്ല. നമ്മളത് എന്താക്കണം, നമുക്ക് ഉത്തരം കിട്ടാൻ പാടില്ല. അവർക്ക് നമ്മൾ തോൽപ്പിക്കണം. അതാണ് സംഭവം. അപ്പം അവർ അതിനെന്തായിട്ടാണ് കാണുന്നത്? പരിഹാസപൂർവ്വമാണ് കാണുന്നത്. ഇങ്ങനെ ഒരു പുച്ഛം അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ഒരു ഇതിൽ കളിയാക്കുന്ന രീതിയിലാണ് അവർ അതിനെ കാണുന്നത്. قل أرأيتم إن أهلكني الله ومن معي أو رحمنا فمن يجير الكافرين من عذاب أليم. നിങ്ങൾ പറയുക, നിങ്ങൾ കണ്ടുവോ എന്നെയും എൻ്റെ കൂടെയുള്ളവരെയും അള്ളാഹു നശിപ്പിക്കുകയോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവൻ കരുണ ചെയ്യുകയോ ചെയ്താൽ എന്നാൽ ആരാണ് വേദനയേറിയ ശിക്ഷയിൽ നിന്ന് അവിശ്വാസികൾക്ക് രക്ഷ നൽകുന്നത്? ഇപ്പം നബി എന്തൊക്കെ പറയാണ്, അവിശ്വാസികൾക്ക് വേദനയേറിയ ശിക്ഷ അല്ലാണ്ട് വേറെ മാർഗ്ഗമില്ലല്ലോ. അതിന്ന് ആരും അവർക്ക് രക്ഷ നൽകൂല. അപ്പം നമ്മൾ അങ്ങനത്തെ അവർ പെടാൻ പാടില്ല. എന്നുവെച്ചാൽ നമുക്ക് ഈ ഖുർആൻ ഓതുമ്പോഴും ഖുർആൻ്റെ അർത്ഥം പഠിക്കുമ്പോഴും നമുക്ക് എന്താണ്ട് കുറേ പുതിയ പുതിയ അറിവുകൾ കിട്ടുന്നുണ്ട് അല്ലേ? അപ്പം നമ്മൾ ഖുർആൻ ഓതുന്നതിനോടൊപ്പം നമ്മൾ
അർത്ഥം വായിക്കണം, അർത്ഥം പഠിക്കണം. അപ്പം ഇൻഷാ അല്ലാഹ് നമ്മൾ അങ്ങനെയുള്ളവരുടെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറട്ടെ. എല്ലാവരും ഇത് അടുത്ത ക്ലാസ് ആകുമ്പോഴത്തേക്ക് ഇത് പഠിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. മാഷാ അല്ലാ, മനോഹരമായി നമുക്ക് ഹിഫ്ള് പാരായണം ചെയ്തു തന്നു. ഓക്കെ, ഹിഫ്ള് ചെയ്യേണ്ട ഭാഗം നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഓതി തന്നു അല്ലേ. ഓക്കെ, ഇൻഷാ അല്ലാ നമ്മൾ റമദാൻ ഡെയിലി സ്ട്രീക്കിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് ചെയ്യാനുള്ളത് മുതിർന്നവരെ സഹായിക്കുക, പള്ളിയിലും വീട്ടിലുമുള്ള പ്രായമുള്ളവർക്ക് ആവശ്യമായ കാര്യം ചെയ്തു കൊടുക്കുക. വയസ്സായിട്ടുള്ള ആളുകൾ അവർക്ക് അവരുടെ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുക. അതിലൂടെ നമുക്ക് പോയിൻ്റാണ്, നമുക്ക് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. പോയിൻ്റ് രേഖപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു തന്നിട്ടുള്ള ഓരോ ടാസ്കുകളൊക്കെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങളെല്ലാം ചെയ്യുന്നില്ലേ? ഡെയിലി സ്ട്രീക്കൊക്കെ ചെയ്യുന്നില്ല എല്ലാവരും? ഓക്കെ, ഇൻഷാ അല്ലാ നല്ല മാർക്ക് വാങ്ങണം. അവസാനം നല്ല മാർക്ക് വാങ്ങണം. കമൻ്റൊക്കെ ഉള്ളവർക്കാണ്, നമ്മുടെ ബാലവേദി കൂട്ടുകാർക്കാണ് എന്തിട്ടുക, അവസാനത്തെ സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടുക. അപ്പോൾ ശ്രദ്ധിക്കുമല്ലോ അല്ലേ. ഓക്കെ, അതന്നെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.